നമ്മൾ ഇത് ABC പീലർ എന്ന് പറയും. ഇത് വെച്ച് നമുക്ക് സ്റ്റൊമക്കിന് കൈക്ക് കുറേ വളരെ നല്ല ഇത്രയും സംഭവമുള്ളതിൽ ഇത് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമുക്കിത് ചിലപ്പോൾ ജെൻസിനൊക്കെ പറ്റുമായിരിക്കും. ലേഡീസ് എപ്പോഴും 2 വീലുള്ളത് ഇങ്ങനത്തെ സംഭവമൊക്കെ യൂസ് ചെയ്യുക. നമ്മൾ ഇത് ABC പീലർ എന്ന് പറയും. ഇത് വെച്ച് നമുക്ക് സ്റ്റൊമക്കിന് കൈക്ക് കുറേ വളരെ നല്ലതാണ്. അപ്പം ഇത് നമ്മളിത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇതിട്ടിട്ട് അപ്പോൾ ഇതിൻ്റെ 2 ടൈപ്പ് സംഭവമുണ്ട്. ഇത് വേറൊരു സംഭവമാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ബാലൻസ് കുറവുള്ളവർക്കും ബോഡിക്ക് ഓവർ വെയിറ്റ് ഉള്ളവർക്കും ഏജ് ഉള്ളവർക്കും അങ്ങനെയൊക്കെ സെറ്റാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും. ഇച്ചിരി എഫക്റ്റീവ് ഈ സംഭവം തന്നെയാണ് ABC വീലർ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വർക്കൗട്ട് സെക്ഷനാണ് ഇടുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിതിങ്ങനെ വെച്ചു, ഇതേ നമ്മൾ കൂട്ട് കയറ്റി വെക്കുക. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും നമ്മുടെ ബോഡിയുടെ നീളത്തിനനുസരിച്ച്. നമ്മൾ ഇതിലോട്ട് കയറി നിന്നു, ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ മുന്നേറിയിരുന്നു. ഇതൊന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇത് നമുക്ക് കഴിയുന്നത്ര പേടിയില്ലാതെ നമുക്ക് നീളാം. ബോഡി ഇങ്ങനെ കിടക്കണ പോലെ വന്നു, ബാലൻസ് ആയിട്ട് മുന്നോട്ട് വരുന്നു, നേരെ ഇങ്ങനെ ചെയ്യാം. ഇതിങ്ങനെ എഫക്റ്റാണ്. പിന്നെ നമുക്കിത് സൈഡിലോട്ട് നിങ്ങളിങ്ങനെ ചെയ്യാം. ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ എടുത്തെടുത്ത് വെച്ച് കൊടുക്കാം. അപ്പം സാധാ വീലറാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മളിങ്ങനെ വെച്ചു. നമുക്ക് ഇത്ര നന്നായി നമുക്കൊരു വിഷമം തോന്നും, മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു പിടുത്തം ബോഡിക്കുണ്ടാവും. അപ്പം നിങ്ങൾ ആദ്യം പഠിക്കുന്നവർ എല്ലാവരും ഈ സൈസ് സംഭവമാണ് ഉപയോഗിക്കാൻ നല്ലത്. അപ്പം ഇത് നേരെ നല്ല ബാലൻസ് ആയി കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, പിന്നെ ഇങ്ങനെ ചെയ്യുക, ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷെ എപ്പോഴും ഈ സൈസ് വീലറാണെങ്കിലും രണ്ട് വീലുള്ള ടൈപ്പ് വാങ്ങിക്കുകയാണ് നമുക്ക് ഏറ്റവും സൂപ്പറായിട്ട് ലേഡീസിന് ഒക്കെ ചെയ്യാവുന്നത്. ഇത് ജെൻസിനാണ്. അവരെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ഏറ്റു നിന്നിട്ട് നടുവിൽ ഇച്ചിരി എഫക്റ്റീവായിട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ചെയ്യുമ്പോൾ മുന്നോട്ടൊരു 5 ചെയ്താൽ ഈ സൈഡിലുള്ളൊരു 5 ചെയ്യുന്നു, ഇങ്ങോട്ടും ഒരു 5 ചെയ്യുക. പിന്നെ കാലിൽ ഇരുന്ന് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതിനേക്കാളും നിങ്ങൾ ഈ വീലർ തന്നെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കുക. വളരെ എഫക്റ്റീവാണ്. ആർക്കും നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്തിനനുസരിച്ച് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു നന്നായിട്ട് നമ്മുടെ ബോഡി വരുന്നിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ആദ്യം ഇതൊരു 10 ആയി 1 2 ഇങ്ങനെ ഒരു 10 ചെയ്യുന്നു. പിന്നെ സൈഡിലോട്ട് ഇങ്ങനെ 10 ചെയ്യുക. പിന്നെ ഈ സൈഡിലോട്ട് 10 ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടിൻ്റെ സൈഡ് തന്നെ 10 ചെയ്യാൻ നോക്കുക. പിന്നെ ഈ സൈഡിലോട്ട് നമ്മളിങ്ങനെ വലിക്കുക. പിന്നെ ഈ സൈഡിലോട്ടും വലിക്കുക. വീലറിൻ്റെ അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ ബോഡി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെക്കാം. നമുക്ക് ഇച്ചിരി കൂടെ ബാലൻസിൽ നിൽക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ മൂന്നിലും ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. ഇതിൻ്റെ വർക്കൗട്ടെല്ലാം ഇത് തന്നെ. പിന്നീട് നമുക്ക് ഇതിങ്ങനെ മുന്നോട്ട് പോകണ കൂടെ തന്നെ നമുക്ക് വെയിറ്റ് പുറത്തൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. കുറേ സെറ്റായതിന് ശേഷമാണത്. പക്ഷേ ഇതിൻ്റെ ഒരു പഴയ ടൈപ്പാണ്. അതും ഇങ്ങനെ തന്നെ ഇച്ചിരി കൂടെ നമുക്ക് ഒരു ബാലൻസായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും സംഭവമുള്ളതിൽ ഇത് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമുക്കിത് ചിലപ്പോൾ ജെൻസിനൊക്കെ പറ്റുമായിരിക്കും. ലേഡീസ് എപ്പോഴും 2 വീലുള്ളത് ഇങ്ങനത്തെ സംഭവമൊക്കെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ.